റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ 1 o'clock വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കാരി എത്തിയപ്പോൾ അത് ചൂടോടെ വേഗം കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് അന്ന് കളർ ചെയ്ത് അന്ന് ഓർഡർ ചെയ്തതിൽ കഴിഞ്ഞു പോയ കളേഴ്സും ഉണ്ട്, 1-2 കളേഴ്സ് ബോണസായിട്ട് പുതിയതും വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. അതിനോടൊപ്പം 1-2 ഐറ്റംസോട് കൂടി നമ്മുടെ ചുരിദാർ സെറ്റ്സ്, നമ്മുടെ അടുത്ത ഹിറ്റ് താരം, അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. നമസ്തേ, സ്വാഗതം ഫാബുലസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഞാൻ ലിജി, നമ്മുടെ ചാനൽ ഫാബുലൻസ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. പുതിയ കസ്റ്റമർ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ മെറ്റീരിയൽസിൻ്റെ ഒക്കെ വീഡിയോ കാണാനായിട്ട് 1 o'clock ഇന്ന് വീഡിയോ ഉണ്ട്. വീക്ക്ലി 3 days അതുണ്ടാവും. അത് കാണുക, ഇത് കാണുക, പല ഓരോന്നും വരും. സാരീസ് വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. അപ്പോൾ പ്യുവർ ജോർജറ്റിൽ ചിക്കൻ കാരി വർക്ക് വരുന്ന ബ്യൂട്ടിഫുൾ സെറ്റ്സ്. എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ഇത് 3-ാമത്തെയോ 4-ാമത്തെയോ വീഡിയോ തോന്നുന്നു, 3rd or 4th വീഡിയോ ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതിൽ ആ എല്ലാ കളേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഇനിയിപ്പോൾ ഇല്ലാത്ത കളർ ബ്ലൂ ആണ്. അത് വന്ന് നമുക്ക് ഹോൾഡ് പേയ്മെൻറ്റ് പെൻഡിങ് ആയതുള്ളവരുടെ തന്നെ കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ, അതിനുള്ളത് തികഞ്ഞുള്ളൂ. മിനിമം പീസസേ വന്നുള്ളൂ ബ്ലൂവിൽ. അപ്പോൾ ഇനി ട്രൈ ചെയ്യാൻ നെക്സ്റ്റ് ടൈമിൽ ബാക്കി എല്ലാ കളേഴ്സും നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വൈറ്റ് വന്നിട്ടില്ല, വൈറ്റിൻ്റെ ഒരു ഉണ്ട്, നമുക്ക് വൈറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ സെറ്റ് ചെയ്യാൻ എനിക്ക് ഓപ്പൺ ചെയ്ത് റെഡിയാക്കി ഇവിടെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വൈറ്റും ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഓരോന്ന് സമയം കളയാതെ ഓരോന്നായി കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ്, പുതിയ ആൾക്കാർക്കാണെങ്കിൽ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ കാരി വർക്ക് ജോർജറ്റിൽ വരുന്ന പ്രീമിയം സെറ്റ്. കാരണം ഈ വർക്ക് നമ്മൾ സോഫ്റ്റ് ഫാബ്രിക് നമ്മൾ കോട്ടയിൽ ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കോട്ടണിൽ കൊണ്ടുവന്നത് ഷോപ്പിൽ മിനിമം പീസസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ലേ തോന്നുന്നില്ല, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് പറഞ്ഞു തുടങ്ങുന്നത് ഇത് മൊത്തത്തിൽ ചിക്കൻ കാരി വർക്ക് ചെയ്തിരിക്കുന്ന സെറ്റ്സ് ആണ്. അപ്പോൾ ഇത് 7.5 meters 7.5 മീറ്ററിലാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് സെറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഇത് ഞാൻ കാണിച്ചപ്പോൾ നിങ്ങൾ ടൈലറിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഐഡിയ ഉള്ളവർക്ക് മനസ്സിലാവും, അത് കുഴപ്പമില്ല. 1950 1950 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് കാണുന്നത് ഇവിടെ ഒരു അറ്റത്തുനിന്ന് തുടങ്ങുമ്പോൾ ഈ ഒരു വരുന്നത്, ഇത് നമ്മൾ നെക്ക് പോർഷൻ കണ്ടല്ലോ മറ്റേ വർക്കിൽ, ഇത് വരുന്നത് ഫ്രണ്ട് പീസാണ്. ഇതാ ഇവിടുന്ന് നെക്കിൻ്റെ ഇങ്ങോട്ട് ഇത് കിട്ടുന്നു. അപ്പോൾ നമുക്കിതിൽ ഏകദേശം ഒരു 45-46 ഇഞ്ച് വരെ 2.5 മീറ്ററിലോ കൂടുതൽ 2.5 മീറ്റർ വരുന്നുണ്ട് ഫ്രണ്ട് ഇതിൽ. ടോപ്പിന് പറ്റുന്ന പോർഷൻ, ടോപ്പ്, പിന്നെ സ്ലീവിനൊരു പോർഷൻ, പിന്നെ ബോട്ടത്തിനൊരു പോർഷൻ, പിന്നെ ദുപ്പട്ട, അതെല്ലാം കൂടെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് വരുന്നത് ഫ്രണ്ട് പീസ്, പിന്നെ ഇങ്ങോട്ട് വരുന്നത് ബാക്ക് പീസ്. ഈ ബാക്ക് പീസിൽ മുകൾ ഭാഗത്തായിട്ട് വരുന്നൊരു വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ബാക്കിൽ ഇവിടെ മുകളിലായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പീസ്, ആ ബാക്ക് പീസ് ഇങ്ങനെ കഴിഞ്ഞ് അത് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഒരു ഫോൾഡ് ഉണ്ടാവും, ആ ഫോൾഡിൽ ഇവിടെ അവസാനിക്കുന്നു. പിന്നെ ഈ വരുന്ന ഭാഗം സ്ലീവാണ്. സ്ലീവ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള മാർഗം, ഇവിടെ ഒരു വർക്ക് ഉണ്ട്, ഇവിടെ ഈ മുകൾ ഭാഗത്ത് ഇവിടെ ഒരു വർക്ക് ഉണ്ട്, ഇവിടെ താഴ്ഭാഗത്ത് ഒരു വർക്ക് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് സ്ലീവ് വർക്കോട് കൂടി ഒരു സ്ലീവ് കിട്ടും. ക്ലിയർ അല്ലേ? ആദ്യം ഫ്രണ്ട് പീസ്, പിന്നെ ബാക്ക് പീസ്, പിന്നെ സ്ലീവ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ഹാഫ് വർക്കായിട്ട് കാണാം. ഇവിടെ പകുതി വർക്ക് ഫുള്ളില്ലാതെ, അത് ബോട്ടത്തിനുള്ള പീസാണ്. ആ ബോട്ടത്തിൻ്റെ ഇവിടുന്ന് തുടങ്ങി ബോട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് ആ ബോർഡർ പോലെ അതും ആ ഒരു വർക്കും കിട്ടും. അപ്പോൾ ഒരു കാല് ഇത്, ഒരു കാല് ഇത്, 2 പീസും ഇത് ഇവിടെ വന്നു. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്നതാണ് ദുപ്പട്ട ഏകദേശം 2.25 2.25 മീറ്ററോളാണ് ദുപ്പട്ട വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതങ്ങനെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു, ഈ ഒരു പീസ് ഇത് ഇങ്ങനെ വരുന്നു, അങ്ങനെ അത്രയും സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതാണ് ഇതിൽ. അപ്പോൾ ഇനി പ്ലസ് സൈസ് ഉള്ളവർക്ക് നമ്മൾ ഇതിലിപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള ലൈനിങ് വെക്കണം, തിക്കായ ലൈനിങ്. ക്രൈപ്പാണ് ഇതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. ക്രൈപ്പ് പറ്റാത്തൊരു കോട്ടൺ ബ്ലൗസ് പീസിൽ വെക്കുകയാണെങ്കിലും അത്യാവശ്യം തിക്നെസ് ഉള്ളത് വെക്കണം, കാരണം ഇത് അത്രയും ട്രാൻസ്പെറൻറ്റ് ആൻഡ് സോഫ്റ്റ് ഫാബ്രിക് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ നമുക്ക് എല്ലാ കളേഴ്സും എപ്പോഴും അവൈലബിൾ ആയിക്കോണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ പക്ക ലൈനിങ് വേണമെന്നുള്ളവരാണ് നിങ്ങൾക്ക് തന്നെ ലൈനിങ് സെലക്ട് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ ഇങ്ങോട്ട് വിടാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കാരണം ചിലത് നമുക്ക് ലൈനിങ് കിട്ടാതെ കുറേ ബുദ്ധിമുട്ട് വരുന്നുണ്ടേ. ചില കളേഴ്സ് നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഒപ്പിക്കും. കുറച്ച് അവകാശം തന്നെ നമ്മൾ തന്നെ വാങ്ങി നമുക്ക് ഇല്ലാത്ത കളേഴ്സ് വാങ്ങി പുറത്തുനിന്ന് എടുത്തിട്ട്, അപ്പോൾ നമ്മുടെ ഇതേ റേറ്റ് ആയിക്കോണമെന്നില്ല. അപ്പോൾ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം കേട്ടോ, അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇതിലിങ്ങനെയാണ് ഇതിന് സംഭവം വരുന്നത്. അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്ക് സ്ലീവിനുള്ള പോർഷനും കൂടെ വരുന്നതുകൊണ്ട് അത്യാവശ്യം സൈസിൽ കിട്ടും. ഈ 46 ഇഞ്ച് വരെ ലെങ്ത്ത് കിട്ടും. അതിലും കൂടുതൽ ലെങ്ത്ത് വേണ്ടവർ ആ ബോട്ടത്തിൻ്റെ പീസ് അങ്ങ് ഒഴിവാക്കുക. ബോട്ടത്തിൻ്റെ പീസ് ഒഴിവാക്കിയിട്ട് ടോപ്പിലേക്ക് സൈസിനായിട്ട് കൊടുക്കുക. ഏകദേശം 46 ഇഞ്ച് വരെയൊക്കെ അല്ലേ ലെങ്ത്ത് ലെങ്ത്തിലേക്ക് വേണ്ടിയിട്ട് ആ പീസ് ഒഴിവാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഇത്രയും സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് 1950 1950. അപ്പോൾ അത്രയും കഥ കഴിഞ്ഞത് കൊണ്ട് ഇനി ബാക്കി പീസസ് കാണിച്ച് പോയാൽ പോരെ, കളേഴ്സ് കാണിച്ചാൽ പോരെ. നെക്സ്റ്റ് വരുന്നത് ഇത് ബ്ലാക്കുമായിട്ട് മാറിപ്പോവല്ലേ, ഇത് ബോട്ടിൽ ഗ്രീൻ കളറിൽ ഇതാ ഇങ്ങനെ വരുന്നു. ജസ്റ്റ് ഇത്രയും ഭാഗം ഞാൻ വെട്ടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ടോപ്പ് ഇങ്ങനെ വരും, ഫ്രണ്ട് പീസ് ഇങ്ങനെ വരും. വെയർ ചെയ്യുമ്പോൾ
ബോട്ടം ദുപ്പട്ടയും ഒക്കെ അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കാണിക്കാൻ നിർവാഹമില്ല. ഇങ്ങനെ വരും ഫ്രണ്ട് പീസ്. ഞാൻ വിടുത്തി കാണിക്കുമ്പോൾ കറക്റ്റ് ലൈനിങ്ങിൻ്റെ മുകളിൽ വയ്ക്കുമ്പോഴല്ലേ കറക്റ്റ് കളർ അറിയുള്ളൂ. ഇങ്ങനെ വരും ബാക്ക് പീസ്. സ്ലീവിലേക്ക് ഈ ഒരു ഭാഗവും വരും. ബാക്ക് പീസിൽ ഈ ഒരു പോർഷൻ മുകളിലേക്ക് വരും. മനസ്സിലായല്ലോ? 1950 രൂപ ചിക്കൻ കറിയിൽ. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ആ ലാവൻഡറും അല്ല ബ്ലൂ അല്ലാത്ത കളറ്, ഇതാണോ നിയോൺ ബ്ലൂ ആണോ, ആ സുന്ദരി കളറ് ഇങ്ങനെ വരുന്നു. തേർഡ് കളറ് 1950. അപ്പോൾ ഇനിയും അഥവാ കിട്ടിയില്ലെങ്കിൽ ഇനിയും നമ്മൾ കൊണ്ടുവരും കേട്ടോ. റെഗുലർ ഇത് ചെയ്യിച്ച് വരാനുള്ള ഒരു സാവകാശം. നെക്സ്റ്റ് വരുന്നു ആ നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ കളറിൽ. ആ പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ആയൊരു കളറാണ്. പാരറ്റ് ഗ്രീനും പിസ്ത ഗ്രീനും കൂടെ മിക്സ് ആയൊരു കളർ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ വരുന്നു. ഇത് നമുക്ക് നെക്കൊക്കെ അത്യാവശ്യം നല്ല വൈഡായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ ഒന്നുകൂടെ ഒരു 2000 സംതിങ് റേഞ്ച് വരുന്ന ഒരു ഐറ്റം നമ്മൾ കൊണ്ടുവന്നിരുന്നത്. കുറച്ചുകൂടെ ഹെവി ഫുൾ വർക്കായിരുന്നു അല്ലേ. നെക്സ്റ്റ് വരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബ്ലാക്ക് ലവേഴ്സ്. ഇങ്ങനെ വരുന്നു. 1950. അടുത്തത് പീച്ച്. കൂടുതൽ കളേഴ്സ് ഇഷ്ടമായിട്ടുള്ളവർ പ്രിഫറൻസ് കൊടുത്തിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നു. പീച്ച് കളറ് ചിക്കൻ കറി. ഏത് ഫംഗ്ഷനും എപ്പോൾ ഇട്ടാലും ഒരു റോയൽ ലുക്ക് വരുന്ന സംഭവം തന്നെയാണ് ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ. അങ്ങനെ വരുന്നു. നെക്സ്റ്റ് വരുന്നു പിങ്ക്, ബേബി പിങ്ക്. അങ്ങനെ കുറച്ചൊരു പൊടിക്ക് ഡാർക്ക് പിങ്ക്. ഇങ്ങനെ വരുന്നു. ഇപ്പോൾ വൈറ്റും ഉണ്ട് കേട്ടോ. സെയിം വർക്ക് വരുന്നു, വൈറ്റ് ആണെന്ന് മാത്രം. അപ്പോൾ അതിൽ എത്ര പീസസാണെന്ന് അറിയില്ല. അത് ഇങ്ങോട്ട് സെറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വന്നിട്ടില്ല. വൈറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഐറ്റം. ഏത് കാലത്തും അതിന് തൻ്റേതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയാം നമുക്ക് ടസർ സിൽക്ക് പറഞ്ഞാൽ. കുറേ വർഷങ്ങളായിട്ട് തന്നെ മാർക്കറ്റിൽ അതിൻ്റെ പല രൂപത്തിലൊക്കെ. ഇപ്പോൾ എൻ്റെയൊക്കെ കല്യാണ സമയത്ത് അന്നുണ്ട് ടസർ സിൽക്കിൻ്റെ സാരി. ആ സാരിയൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അതൊക്കെ. അപ്പോൾ അന്നൊക്കെ അതിനൊരു 1000 ആ റേഞ്ചിൽ വരുന്ന സാരികൾ, അതൊക്കെ സ്റ്റാർട്ടിങ് അന്ന് തൊട്ട് വർക്കുള്ളതും പലതരം അതിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്യുവർ ടസറിൻ്റെ ഞാൻ സെറ്റ്സ് കാണിച്ചിരുന്നു. അതായത് 5000 റേഞ്ചിൽ വരുന്നത്. മിസ്സായിട്ടുള്ളവർ ആ വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. നമുക്ക് ഇനിയും കൊണ്ടുവരാനും കഴിയും. ചില പീസസ് ഉണ്ട് നമുക്ക് ആ വീഡിയോ മിസ്സാവാതെ കാണണം കേട്ടോ. പ്രീമിയം സെറ്റ്സ് നോക്കുന്നവർ ടസറിൽ നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്ക്, ഹാൻഡ് വർക്ക് ചെയ്തിരുന്നതിൽ ഏറ്റവും നമുക്ക് ആ ഒരു റേഞ്ചിൽ. അപ്പോൾ അതിൽ അങ്ങനെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ടസർ ഗിച്ച സിൽക്ക് എന്ന് പറയും. അതായത് അന്ന് കാണിച്ചത് പ്യുവർ ടസർ, ഇതും പ്യുവർ ടസറിന്. ഞാൻ അതിൻ്റെ ഡിഫറൻസ് അതാണ്. ടസർ ഗിച്ച സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് രണ്ടും തമ്മിൽ കാണുമ്പോൾ മനസ്സിലാവും. അതായത് അതിൻ്റെ ഇങ്ങനെ ഈ ഒരു ലൈൻസ് പോലെ വരുന്നത് ഇങ്ങനെ വരും. അതിൽ ത്രെഡ് പാറ്റേണിൽ വ്യത്യാസമുണ്ട് അതിൽ വീവിങ് വരുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ പട്ടുനൂൽ മൾബറി മെറ്റീരിയൽ ഇതിലുള്ള ആ ഇതുണ്ട് എന്താ പറയുക, ആ പ്യൂപ്പയിൽ നിന്നുണ്ടാകുന്ന പുഴുക്കളുടെ സംഭവമാണല്ലോ കൊക്കൂൺസ്, അതിൽ നിന്നാണല്ലോ എടുക്കുന്നത്. അതിൻ്റെ റിമൈനിങ് വെച്ചിട്ടുള്ളതാണ്. അതിൽ ഒരേ സൈസിൽ വരുന്ന ത്രെഡ് വെച്ചുണ്ടാക്കുന്നതാണ് ഏറ്റവും ഫൈനസ്റ്റ് ക്വാളിറ്റിയാണ് പ്യുവർ ടസറിൽ വരുന്നത്. ഇത് അതിൻ്റെ കുറച്ചുകൂടെ ബ്രോക്കൺ ഇത് കൊണ്ടുവരുന്നതാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതാണ് ആ ഒരു പാറ്റേണിൽ നമുക്ക് കാണാൻ പറ്റിയ വ്യത്യാസം. അപ്പോൾ കുറച്ചുകൂടെ കമ്പാരിറ്റീവ് ഇതിലും പ്യുവർ ടസർ തന്നെയാണ്. അതിലും മെറ്റീരിയൽ സംഭവം അത് തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടെ അതിൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അതിലാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ അതിൽ സെമി ടസർ അല്ല ടസർ സെമി ടസർ വേറെയാണ്, ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിൽ റേറ്റ് വരുന്നത് 3850, 3850 രൂപ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ വീട്ടിൽ സാധാരണക്കാർക്ക് പറ്റുന്നതല്ല എന്ന് പറഞ്ഞാൽ ഏതു തരവും ഇപ്പോൾ സാധാരണ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. അപ്പോൾ നമ്മൾ ഓരോ സാഹചര്യങ്ങളും ഓരോ ഫംഗ്ഷനാണ്, ഓരോരുത്തർക്കും ഓരോ വേണ്ടി വരും. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങും, ആവശ്യമില്ലാത്തവർക്ക് സാധാരണ സെറ്റ് വേണ്ടവർക്ക് അതും ഉണ്ടല്ലോ, എല്ലാം നമ്മൾ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നോക്കി എപ്പോഴൊരു പോസിറ്റീവ് അപ്രോച്ചോടുകൂടി അതിനെ കാണുക. നമുക്ക് ആവശ്യമുള്ളത് വാങ്ങുക. നമ്മുടെ അടുത്ത് എല്ലാ കളക്ഷൻസും ഉണ്ട്, ഓരോ സാഹചര്യങ്ങൾ പോലെയല്ലേ ഓരോരുത്തർ വാങ്ങുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത്. 3850, 3850 രൂപ. ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ ബോട്ടം വരുന്നത് സെമി ടസറിലാണ്. അതായത് നമ്മൾ സാൻറ്റൂണിൽ അല്ലെങ്കിൽ സ്ലബ് സിൽക്കിലൊക്കെ വരാറ്. പക്ഷേ ഇതും അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈസ് ഡീറ്റെയിൽസ് പറയാം. ടോപ്പ് വന്നിരിക്കുന്നത് 2.5 മീറ്റേഴ്സ്, 2.5 മീറ്റർ ഉണ്ട്. ബോട്ടം 2.2, 2.20 വരുന്നുണ്ട്. ദുപ്പട്ട 2.5, 2.5 മീറ്റർ വരുന്നുണ്ട് ദുപ്പട്ട വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബാപ്റ്റിസം അല്ലെങ്കിൽ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ അങ്ങനെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അങ്ങനത്തെ ഫംഗ്ഷനുകൾക്ക് അധികം പോകുന്നതാണ്. പിന്നെ മറ്റ് കമ്മ്യൂണിറ്റികളിൽ ഏതിലാണെങ്കിലും കുറച്ചുകൂടെ ഒരു റിസപ്ഷന് അങ്ങനെ ഒരു കാര്യങ്ങൾ നമുക്ക് വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിരിക്കും. അങ്ങനെ അല്ലാതെ കുറച്ചുകൂടി ഒരു പാർട്ടികൾക്കൊക്കെ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന കളേഴ്സാണ്. ആ കളറിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നു. അതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ടോപ്പും ബോട്ടവും
സെയിം കളറ്. ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ. ഇത് ഫുൾ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിങ്ങനെ 3850 3850 രൂപയാണ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നമുക്കൊരു എലഗൻ ആൻഡ് ക്ലാസി ലുക്ക് തരുന്ന ഫസ്റ്റ് സെറ്റ് ഇങ്ങനെ ഈ കളറിൽ തന്നെയാണ് ഇന്നത്തെ അടുത്ത സെറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ വർക്കിൽ മാത്രമാണ് ഡിഫറൻസ് ഉള്ളത്. ഇങ്ങനെ വരുന്ന ദുപ്പട്ട ഇതിങ്ങനെ. ഇനി അതിൻ്റെ ബാക്ക് പീസ് കാണിച്ചു തരാം. ബാക്ക് പീസ് വരുന്നത് ഇങ്ങനെ. ബാക്ക് പീസ് പ്ലെയിൻ ആണ് വരുന്നത്. ഇതിൽ പ്യുവർ ടെസറിൽ വരുന്നതിന് 5000 റേഞ്ചിൽ വരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ വരുന്നു. ഇതിൽ ഇങ്ങനെ 3850 3850 രൂപ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സെറ്റ്. ഇനി നമുക്ക് മെല്ലെ ഇതിനെ അങ്ങ് മാറ്റി വയ്ക്കാം. അടുത്ത സെറ്റ്. അടുത്തതിലും വർക്കിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. കളർ കോമ്പിനേഷൻ ഇത് തന്നെയാണ്. കുറച്ചുകൂടെ വലിയ ഫ്ലവേഴ്സ് വേണ്ടവർക്ക് ഇത്, ചെറിയ ഫ്ലവേഴ്സ് വേണ്ടവർക്ക് അത്. ഇങ്ങനെ വരുന്നു. സെക്കൻഡ് സെറ്റ് ഇങ്ങനെ 3850 തന്നെയാണ് റേറ്റ് വരുന്നത്. ഇങ്ങനെ വരും. ഇങ്ങനെ ഇതിങ്ങനെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ. ദുപ്പട്ടയിലും ഒക്കെ വർക്കിൽ മാത്രം കുറച്ച് വ്യത്യാസമുള്ളത്. ഇങ്ങനെ വരുന്നു. 3850 രൂപ. ഇപ്പോൾ പാർട്ടി വെയർ ആയിട്ട് പ്രിഫർ ചെയ്യുന്നവർക്ക് ഓരോരോ ഒക്കേഷൻസ് അനുസരിച്ചിട്ട്, ഇപ്പോൾ നല്ല ഓഫീസിൽ പ്രീമിയം എന്തെങ്കിലും കുറച്ചൊരു ഫംഗ്ഷനോ കാര്യങ്ങളുള്ളവർക്ക് അതിൽ ഉപയോഗിക്കാം. അങ്ങനെ ഓരോ സാഹചര്യങ്ങൾ പോലെ. അപ്പോൾ പ്രീമിയം സെറ്റ്സ് നോക്കുന്നവർക്ക് ഇങ്ങനെ വരുന്നു. ടസർ ഗിച്ച സിൽക്കിൽ വരുന്ന സെറ്റ്സ് ആണിത്. ഇങ്ങനെ ഇപ്പോൾ 2 പ്രീമിയം സെറ്റ്സ് കണ്ട് നമ്മൾ. ഇനി വരെ നമുക്ക് കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ, നമ്മൾ ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കോട്ടണിൽ വരുന്ന 3 കളേഴ്സ്. അതിൽ നല്ല ഒരു മസ്റ്റാർഡ് യെല്ലോയുടെ, ഒരു മിലിറ്ററി ഗ്രീൻ്റെ, ഒരു മെഹന്തി ഗ്രീൻ്റെ ഒക്കെ ഒരു ഇതിലൊന്ന് പറയാൻ പറ്റുന്ന ഒരു കളറ്. ഒക്കെ ഒരു ഡയറക്റ്റ് പേര് പറയാൻ പറ്റാത്തൊരു കളേഴ്സ്. പിന്നെ നമ്മുടെ ഒരു പീക്കോക്ക് ഗ്രീൻ്റെ അതുപോലത്തെ ഒക്കെ തോന്നിക്കുന്ന ഒരു കളറ്. പിന്നെ വരുന്നത് നമ്മളൊരു പർപ്പിൾ വൈൻ കളറിലേക്ക് പോകുന്ന ആ ഒരു കളറ്. നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണാം, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ സൈസ് ഡീറ്റെയിൽസ് പറയാട്ടോ ഞാൻ. ടോപ്പ് 2.35 235 235 നോർമൽ ഒരു ടോപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 43 ഇഞ്ചൊക്കെയാണ് ലെങ്ത്ത് കിട്ടുക. പിന്നെ ഇതിൽ സെറ്റ്സിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബോട്ടത്തിൻ്റെ പീസ് വെച്ചിട്ട് നമുക്ക് ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻറ്റ് കൊടുത്തിട്ട് അത് പ്ലസ് സൈസ് ഉള്ളവർക്ക് നമ്മൾ എപ്പോഴും അത് മനസ്സിലാക്കണം. പിന്നെ സെറ്റുകളുടെ ഒരു പരിമിതി അതാണ്. ബോട്ടം വരുന്നത് 2.5 2.5 മീറ്റർ ബോട്ടം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോപ്പിന് ഒപ്പിക്കാം കേട്ടോ, ലെങ്ത്ത് കൂട്ടാൻ. ദുപ്പട്ട വരുന്നത് 2.3 2.30. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ സെറ്റൊക്കെ ഈ യോക്ക് ഭാഗത്താണല്ലോ അധികം വർക്ക് വരിക. അപ്പോൾ സൈഡിൽ നിന്നായിരിക്കും സ്ലീവ് കിട്ടേണ്ടി വരും. അപ്പോൾ ഒരുപാട് ഡബിൾ എക്സൽസിനേക്കാൾ പ്ലസ് സൈസ് ഉള്ളവർക്കൊക്കെ സ്ലീവ് എടുക്കാനായിരിക്കും ബുദ്ധിമുട്ട് വരിക. അപ്പോൾ ഏകദേശം ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ സ്ലീവിൻ്റെ ഇവിടെ ഇങ്ങനെ ബോട്ടത്തിൻ്റെ മോഡൽ പോലെയൊക്കെ കൊടുത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. റേറ്റ് വരുന്നത് 1080 രൂപ. അപ്പോൾ അതിൽ ടോപ്പ് വരുന്നത് ഇങ്ങനെ. ടോപ്പിൻ്റെയൊക്കെ എല്ലാത്തും കാണിക്കുമ്പോൾ ഈ ഒരു പോർഷൻ ഇവിടെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതും കൂടെ ലെങ്ത്തിലേക്ക് കിട്ടും കേട്ടോ. ലെങ്ത്ത് കുറവ് തോന്നണ്ട. ഇങ്ങനെ വരുന്നു. ഒരു ഭംഗിയുള്ള ഒരു ലേസ് വർക്കോട് കൂടിയ ഒരു ഇങ്ങനെ വരുന്നു. 1080 രൂപ. ബോട്ടം വരുന്നത് ആ ഒരു സിക്സാക് പാറ്റേണിൽ ബോട്ടം. സോഫ്റ്റ് കോട്ടണിലാണ് കേട്ടോ വരുന്നത്. ഇതിൽ നമ്മൾ സൈസ് വന്നില്ല 2.5 മീറ്റേഴ്സ് വരുന്നുണ്ട്. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ ടോപ്പിൻ്റെയും ഇതിൽ വന്നിരിക്കുന്ന ലേസ് കളറോട് കൂടി ബോഡി പോർഷനും ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കളറോട് കൂടി വരുന്ന ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ദുപ്പട്ട, ഒരു മൽ കോട്ടണിൽ വരുന്നിരിക്കുന്ന ദുപ്പട്ടയാണ് വരുന്നത് ഇങ്ങനെ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് അതിൻ്റെ 2 സൈഡിലും ഹക്കോബ പോലെ ഒരു കട്ട് വർക്കുള്ള ലേസ് വർക്ക് അല്ല, അതൊരു ഹക്കോബ പോലത്തെ ഒരു വർക്ക് കൊണ്ട് ഇതിങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് ദുപ്പട്ടയ്ക്ക്. ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്നു ദുപ്പട്ടയിൽ കണ്ടോ. ഇങ്ങനെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ഈ ദുപ്പട്ട ഇങ്ങനെ വരുന്ന ഫാൻസി ദുപ്പട്ടാസൊക്കെ നമ്മൾ റഫായിട്ട് വാഷ് ചെയ്യാതിരിക്കുക. അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക നമ്മൾ വൃത്തിയായിട്ട്. അതിൻ്റെ ഓരോ നേച്ചർ മനസ്സിലാക്കണം. എപ്പോഴും നമ്മൾ സെറ്റുകൾക്ക് കുറച്ചുകൂടെ റെന്നി മെറ്റീരിയലിനെ അപേക്ഷിച്ച് കെയർ കൊടുത്ത് വേണം വാഷിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട്. ഇങ്ങനെ വരുന്നു. 1080 രൂപ. അപ്പോൾ കാഷ്വൽ വെയർ ആയിട്ടും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടൺ സെറ്റുകളാണ് ഇതിങ്ങനെ. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ 1080 രൂപ. അപ്പോൾ ഫസ്റ്റ് കളർ ഇങ്ങനെ വരുന്നു. ജോലിക്കാർക്കൊക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന. നെക്സ്റ്റ് കളർ ഇങ്ങനെ വരുന്നു. സെയിം പ്രൈസ്, സൈസ് ഡീറ്റെയിൽസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു. ടോപ്പ് ഫ്രണ്ടും ബാക്കും ഇതേ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ വരുന്നത്. ബോട്ടം നേരത്തെ കണ്ട പോലെ തന്നെ ആ സിക്സാക് പാറ്റേണിൽ ബോട്ടം വരുന്നു. ദുപ്പട്ടയ്ക്ക് ഇങ്ങനെ വരുന്നു. ദുപ്പട്ടയിൽ ആദ്യം മറ്റേ സെറ്റിൽ കണ്ട പോലെ തന്നെ സൈഡിൽ ആ ഒരു ഹക്കോബയുടെ ബോർഡർ പോലെ പോകുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ലുക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ വരുന്നു.
നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ദാ ഇങ്ങനെ വരും ദുപ്പട്ടയുടെ 1080 1080 രൂപ. അങ്ങനെ സെക്കൻഡ് കളർ. തേർഡ് കളർ വരുന്നു ഇതാ ഇങ്ങനെ ഒരു വൈൻ കളർ എന്നൊക്കെ പറയില്ലേ ആ ഒരു കളറിൽ ഇങ്ങനെ. ഇത് ടോപ്പ്, ഇത് ബോട്ടം, ഇത് ദുപ്പട്ട ഇങ്ങനെ വരും. അപ്പം അത്രയായിരുന്നു ഈ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ ഇനിയും നമുക്ക് വെറൈറ്റി വീഡിയോസ് ഒരുപാട് വരും. ഓരോ വീഡിയോയും മിസ്സാവാതെ കാണണേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭപ്രതീക്ഷയിൽ. ബൈ ഫ്രം ലിജി.